ശ്രീകാര്യത്ത് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടിയുമായി പ്രവർത്തകൻ. അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, എങ്ങനെയായിരുന്നു പ്രതിഷേധമുണ്ടായത്? മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രീകാര്യത്തേക്കാണല്ലോ എത്തിയിരിക്കുന്നത്. എത്തിയോ? പ്രജീഷ്, നവകേരള സദസ്സിന്റെ അടുത്ത ചടങ്ങ് നടക്കേണ്ടത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിലാണ് ആ ചടങ്ങ് നടക്കാനിരുന്നത്. അതിനുവേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ബസ് ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴാണ് ഇവിടെ പതിയിരുന്ന യുവമോർച്ച പ്രവർത്തകർ ഈ ബസ്സിന് മുന്നിലേക്ക് ചാടി വീണത്. പഴുതടച്ച സുരക്ഷയായിരുന്നു പോലീസ് ഒരുക്കിയിരുന്നത്. ശ്രീകാര്യം ജംഗ്ഷനിലടക്കം വലിയ തോതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നിരവധി പോലീസുകാരുടെ കാവലുണ്ടായിരുന്നു. ശ്രീകാര്യം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുൻപ് ആ വളവിന്റെ സമീപത്താണ് ഇടവഴിയിൽ ഒളിച്ചിരുന്ന യുവമോർച്ച പ്രവർത്തകർ. കൃത്യം മുഖ്യമന്ത്രിയുടെ ബസ് വരുന്ന സമയത്ത് ഒരു 10-15 പ്രവർത്തകരുണ്ടായിരുന്നു. അവർ കരിങ്കൊടിയുമായി ഈ ബസ്സിന് മുന്നിലേക്ക് ചാടി വീണു. പോലീസ് അവരെ ലാത്തിചാർജ് ചെയ്തു. കുറേ പ്രവർത്തകരെ പിടിച്ചു മാറ്റി പോലീസിന്റെ വരുതിയിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രവർത്തകൻ കൃത്യം മുഖ്യമന്ത്രിയുടെ സഞ്ചരിക്കുന്ന ബസ്സിന്റെ മുന്നിൽ തന്നെ കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചു. അയാളെയും മാറ്റി. അതിനുശേഷം വലിയ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷമാണ് ഏതാണ്ട് 10-20 മിനിറ്റോളം മുഖ്യമന്ത്രി ഇവിടെ പോയ ശേഷവും ഇവിടെ ഉണ്ടായത്. പോലീസ് ലാത്തിചാർജ് ചെയ്തു. അതിനുശേഷം പ്രവർത്തകരെല്ലാം ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത യുവമോർച്ച പ്രവർത്തകർ ബസ്സിൽ കയറി പോയത്. ഏതായാലും പോലീസിന് എല്ലാ സുരക്ഷയും ശ്രീകാര്യം ജംഗ്ഷന് സമീപം ഇവിടെ യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ വലിയ സന്നാഹം ശ്രീകാര്യം ജംഗ്ഷനിൽ ഒരുക്കിയിരുന്നത്. ഇത് കഴക്കൂട്ടം മണ്ഡലമാണ്, BJPയുടെ ശക്തി കേന്ദ്രം കൂടിയാണ്. അവിടെ യുവമോർച്ചയുടെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടൽ പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീകാര്യം ജംഗ്ഷനിൽ അവിടെയാണ് പോലീസ് കൂടുതൽ വിന്യാസങ്ങൾ ഒരുക്കിയിരുന്നത്. പക്ഷേ പോലീസിന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് ശ്രീകാര്യം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുൻപ് ഏതാണ്ട് 200 മീറ്റർ താഴെ വെച്ച് തന്നെ യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് വേണമായിരുന്നു പോലീസുകാർക്ക് ഓടിയെത്താൻ. അപ്പോഴേക്കും പ്രവർത്തകർ റോഡിലേക്ക് കടന്നെത്തിയിരുന്നു. ആദ്യത്തെ പൈലറ്റ് വാഹനങ്ങൾ പോകുമ്പോഴേക്കും എത്തിച്ചു അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഈ വഴിയിൽ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടോ? DYFI പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റ് എതിർചേരിയിലുള്ള മുഖ്യമന്ത്രിക്ക് ഒപ്പമുള്ള വോളണ്ടിയർമാരോ ആരെങ്കിലും തിരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടോ പ്രതിഷേധക്കാരെ അടിച്ചമർത്ത രീതിയോ ഒക്കെ ഉണ്ടായോ? അതോ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം? കാരണം BJPയുടെ ശക്തി കേന്ദ്രമായതുകൊണ്ട് എന്തായിരിക്കാം സംഭവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് പോലീസ് മനസ്സിലാക്കുന്നത്? പ്രതീക്ഷ, നേരത്തെ നമ്മൾ സമാനമായ പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാഹനം തടഞ്ഞ് നിർത്തുന്ന ഒരു നിലയിലേക്ക് അത്തരം പ്രതിഷേധങ്ങൾ വന്നിരുന്നില്ല. പക്ഷേ ശ്രീകാര്യത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കുറച്ച് സമയമെങ്കിലും നിർത്തിയിടേണ്ടി വന്നു ഈ പ്രതിഷേധം കാരണം ആ പൈലറ്റ് വാഹനങ്ങൾക്ക് മുൻപിലേക്ക് പ്രതിഷേധം വന്നു. റോഡ് തടസ്സപ്പെട്ടു. ആ തടസ്സപ്പെട്ട ഈ റോഡിൽ ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകർക്ക് ഇടയിലൂടെയാണ് ആ വാഹനത്തിന് പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള DYFI പ്രവർത്തകരുടെയോ അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായില്ല. പക്ഷേ പോലീസിന് നന്നേ പണിപ്പെടേണ്ടി വന്നു ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ. കാരണം അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടായിരുന്നു യുവമോർച്ച പ്രവർത്തകർ പൊടുന്നനെ ഈ മുഖ്യമന്ത്രി വരുന്ന അതേ സമയത്ത് റോഡിലേക്ക് ചാടി വീണത്. അത് ആ സമയത്ത് ആ ഭാഗത്ത് പോലീസുകാർ ഉണ്ടായിരുന്നില്ല. ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് പോലീസുകാർക്ക് ഓടി അങ്ങോട്ടേക്ക് എത്തേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ യുവമോർച്ച പ്രവർത്തകർ കൃത്യമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന് മുന്നിൽ തന്നെ കരിങ്കൊടിയുമായി എത്തി. ആ വാഹനത്തിന്റെ മുന്നിൽ തന്നെ ആ വാഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരു പ്രവർത്തകൻ പ്രതിഷേധിച്ചു. അയാളെ പിടിച്ചു മാറ്റുന്നതുവരെ കുറച്ച് സമയത്തേക്ക് ആ ബസ് നിർത്തിയിടേണ്ടി വന്നു. ആ പ്രവർത്തകനെ മാറ്റിയ ശേഷമാണ് ബസ് കടന്നുപോയത്. ഏതായാലും ഒരല്പസമയം, ഒരു 10-20 മിനിറ്റ് നേരം ഇവിടെ വലിയ സംഘർഷമായിരുന്നു. പോലീസ് ലാത്തിചാർജ് വരെ ചെയ്യേണ്ടി വന്നു പ്രവർത്തകരെ വരുതിയിലാക്കാൻ വേണ്ടി. ഒരു 20ഓളം വരുന്ന യുവമോർച്ച പ്രവർത്തകരാണ് പെട്ടെന്ന് ഇവിടേക്ക് വന്നത്. അവരെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ പ്രതിഷേധം ഇനിയും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേ റൂട്ടിൽ തന്നെയാണ് ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തിരിച്ചു വരേണ്ടത്. ഇനി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കുറച്ചധികം പ്രതിഷേധം ഇനിയും BJPക്ക് ശക്തിയുള്ള മേഖലകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകാര്യം അടക്കമുള്ള സ്ഥലങ്ങൾ, കഴക്കൂട്ടം അടക്കമുള്ള സ്ഥലങ്ങൾ, അവിടേക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ യുവമോർച്ച കൂടി ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. കുറച്ചുകൂടി അതിരെ വിട്ടുകൊണ്ട് തടയുന്ന വാഹനവ്യൂഹത്തെയൊക്കെ തന്നെ തടയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനിയുള്ള നിമിഷങ്ങൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ സമാപനത്തിലേക്ക് കടക്കാൻ. അതുകൊണ്ടാണ് പ്രജീഷ്, ഇനി
തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇനി 2 മണ്ഡലങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന കഴക്കൂട്ടം മണ്ഡലത്തിലെ ചടങ്ങ്. അതിനുശേഷം ഇനി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സുമായി പോകുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്കാണ്. അവിടെയും BJPക്ക് കൂടുതൽ ശക്തിയുള്ള സ്ഥലമാണ്, ആ മണ്ഡലമാണ്, പ്രവർത്തകരുള്ള മണ്ഡലമാണ്. അവിടെ അതുപോലെ തന്നെ കോൺഗ്രസിനും ശക്തമായ വേരോട്ടമുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധം നേരത്തെ തന്നെ പോലീസ് പ്രതീക്ഷിച്ചിരുന്നു. അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ, പ്രത്യേകിച്ച് കഴക്കൂട്ടം മണ്ഡലത്തിൽ BJP ശക്തി ആർജിച്ചു വരുന്നു. BJP ലക്ഷ്യമിടുന്ന ഒരു മണ്ഡലം കൂടിയാണ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിന്റെ ഭാഗം കൂടിയാകുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധ വിവരങ്ങൾ നൽകിയത്. യുവമോർച്ചയുടെ മാർച്ചിൽ സംഘർഷം ഉണ്ടായി.